ഏറ്റവും കൂടുതൽ മലയാളികൾ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ മലയാളികൾ പോകുന്ന ഒരു രാജ്യമാണ് ജോർജിയ. ജോർജിയയുടെ ഒന്നാമത്തെ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ റീജിയനിലുള്ള രാജ്യമാണ് ജോർജിയ എന്നുള്ളതാണ്. യൂറോപ്യൻ റീജിയൻ എന്ന് പറയുമ്പോൾ ഷെങ്കനോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ ഒന്നും അല്ലട്ടാ, ജസ്റ്റ് യൂറോപ്യൻ റീജിയനിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഒരു യൂറോപ്യൻ ടൈപ്പ് ഓഫ് കൾച്ചറാണ് എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, പണ്ട് മുതലേ കുട്ടികൾ MBBS പഠിക്കാൻ പോകുന്ന രാജ്യമാണ് ജോർജിയ. അതായത് 2012 മുതലൊക്കെ പാസ് ഔട്ടുള്ള രാജ്യമാണ്. അപ്പൊ ആ സമയം മുതലുള്ള FMG പാസ് പെർസെന്റേജ് നമുക്ക് നോക്കാറുണ്ട്. അത് വെച്ച് നോക്കുന്ന സമയത്ത് FMG പാസ് പെർസെന്റേജിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ജോർജിയ. മൂന്നാമത്തെ കാര്യം, ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയിട്ടുള്ള രാജ്യമാണ് ജോർജിയ എന്നുള്ള ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ജോർജിയയിലുള്ള പല യൂണിവേഴ്സിറ്റികളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് അവിടെ പഠിച്ചിറങ്ങി നാട്ടിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ UK വർക്ക് ചെയ്യുന്നൊക്കെ ഡോക്ടേഴ്സിനെ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ എളുപ്പമാണ്. കാരണം അവിടുന്ന് ഒരുപാട് പാസ് ഔട്ട്സ് ഉണ്ട്. നാലാമത്തെ കാര്യം, ജോർജിയയുടെ എഡ്യൂക്കേഷൻ ക്വാളിറ്റിയാണ്. അതായത് സെൻട്രൽ ഏഷ്യയിലുള്ള രാജ്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എഡ്യൂക്കേഷൻ ക്വാളിറ്റിയിൽ ജോർജിയ ഒരുപാട് മുന്നിലാണ്. കാരണം അവർ യൂറോപ്യൻ ടൈപ്പ്, അതായത് ECTS സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ മെറ്റീരിയൽസ് എല്ലാം USMLE ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, ക്വാളിഫൈഡ് ടീച്ചേഴ്സ് ആണ് എന്നുള്ളൊക്കെ ബെനിഫിറ്റ് എഡ്യൂക്കേഷൻ ക്വാളിറ്റിയിൽ ജോർജിയക്ക് ഉണ്ട്. അഞ്ചാമത്തെ കാര്യം, ഒരുപാട് മലയാളി സ്റ്റുഡൻസും ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസും പഠിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ഒരുപാട് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ജോർജിയ. അതായത് രാത്രിയൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരുപാട് പരിപാടികളൊക്കെ ഉള്ള നല്ല സ്റ്റുഡൻറ് ലൈഫുള്ള ഒരു രാജ്യമാണ് ജോർജിയ എന്നുള്ള വലിയൊരു ബെനിഫിറ്റ് ഉണ്ട്. ആറാമത്തെ കാര്യം, ഒരുപാട് മലയാളി ഹോട്ടലുകൾ, അതായത് ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റുകളുള്ള ഒരു സ്ഥലമാണ് ജോർജിയ എന്നുള്ളത്. അതായത് ജോർജിയയിൽ എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ ബിരിയാണിയും അതേപോലെ നാട്ടിലെ മന്തിയും നാട്ടിലെ പൊറോട്ടയും ബീഫും എല്ലാം കിട്ടും. ഇത് പറയാൻ കാരണം നമ്മൾ 6 വർഷം മറ്റൊരു രാജ്യത്ത് പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഫുഡുകൾ മിസ് ചെയ്യും. വളരെ രീതിയിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് കഴിക്കണം നമുക്ക് തോന്നും. ആ സമയത്ത് നമ്മുടെ ആ ക്രേവിങ്സ് അടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ജോർജിയയിലുണ്ട് എന്നുള്ള ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ ഈ റെസ്റ്റോറൻറ്റുകൾ മറ്റ് രാജ്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ലോ കോസ്റ്റിൽ നമുക്ക് ഈ ഫുഡുകൾ കിട്ടാനുണ്ട് എന്നുള്ളതും ജോർജിയയുടെ ഒരു ബെനിഫിറ്റ് ആണ്. ഏഴാമത്തെ കാര്യം, മിഡിൽ ഈസ്റ്റ് നിന്നൊക്കെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ മിഡിൽ ഈസ്റ്റിൽ കണ്ടേക്കുന്ന ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ജോർജിയയിൽ. അതുകൊണ്ട് തന്നെ അവർ വളരെ ഹാപ്പിയാണ് എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം, ജോർജിയയിലുള്ള പല യൂണിവേഴ്സിറ്റികളിലെ ടീച്ചേഴ്സും USMLE ക്വാളിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന്റെ ക്ലാസ്സും അതുപോലെ തന്നെ അവരുടെ റെഫറൻസും മെറ്റീരിയൽസും എല്ലാം ഒരു ഇന്റർനാഷണൽ ലെവൽ USMLE നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അത്രയും ക്വാളിറ്റി തരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജോർജിയയിലുള്ള പല യൂണിവേഴ്സിറ്റികളിലെ കുട്ടികളും USMLE ക്വാളിഫൈ ആവുന്നുണ്ട് എന്നുള്ള വലിയൊരു കാര്യമാണ്. ഒമ്പതാമത്തെ കാര്യം, ജോർജിയയിലുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിരുന്നത് അർമേനിയയിലുള്ള ഇന്ത്യൻ എംബസി ആയിരുന്നു. കഴിഞ്ഞ കൊല്ലം ജോർജിയയിൽ തന്നെ ഇന്ത്യൻ എംബസി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇന്ത്യൻ എംബസിയുടെ വെബ്സൈറ്റിൽ ജോർജിയയിലുള്ള NMC ഗൈഡ് ലൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ജോർജിയയുടെ ഒരു ബെനിഫിറ്റ് ആണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജോർജിയയിൽ കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ ബൾഗേറിയ പോലുള്ള രാജ്യങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ക്ലിനിക്കൽസ് ജോർജിയയിൽ കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ബൾഗേറിയയിലൊക്കെ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മാത്രമാണ് യൂണിവേഴ്സിറ്റികൾ എടുക്കാറുള്ളൂ. എന്നാൽ ടിബിലിസിയിൽ തന്നെ ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ക്ലിനിക്കൽസ് പൊതുവെ കുറവുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ബൾഗേറിയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. രണ്ടാമത്തെ കാര്യം, യൂണിവേഴ്സിറ്റി ഇൻഫ്രാസ്ട്രക്ചറുകൾ നമ്മൾ സെൻട്രൽ ഏഷ്യയിലുള്ള ഉസ്ബെക്കിലും കസാക്കിലും റഷ്യയിലൊക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ജോർജിയയിലുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം വളരെ ചെറുതാണ്. അത് പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ, അത്ര വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ ജോർജിയയിൽ ഇല്ല. മൂന്നാമത്തെ കാര്യം, കഴിഞ്ഞ വർഷം ജോർജിയയുടെ വിസയിൽ നല്ല രീതിയിലുള്ള ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അതായത് എംബസിയുടെ സൈഡിൽ നിന്ന് വിസ കിട്ടാൻ വേണ്ടിയിട്ട് 3 മാസത്തോളം ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അത് അവർ അപ്ഡേറ്റ് ചെയ്ത് 10 ദിവസത്തിലും 20 ദിവസത്തിലും 30 ദിവസത്തിലും വിസ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഫെസിലിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ വർഷം ആ ഒരു ഡിലേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ജോർജിയയുടെ ഒരു നെഗറ്റീവ് സൈഡാണ്. നാലാമത്തെ ജോർജിയന്റെ ഒരു ഡീമെറിറ്റ് ആണ് ജോർജിയയിലെ ലിവിങ് എക്സ്പെൻസ്. അതായത് ജോർജിയയിലെ ഏകദേശം നമ്മൾ പുറത്തുനിന്നൊന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് മാത്രം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് ഏകദേശം 25,000 രൂപയുടെ ഉള്ളിൽ ലിവിങ് എക്സ്പെൻസ് വരും. ഇനിയിപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന വളരെ വൈബ്രന്റ് ആയിട്ടുള്ള രാജ്യമാണ് ജോർജിയ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിനൊക്കെ പോയി വളരെ എൻജോയ് ചെയ്ത് പോകുന്ന കുട്ടികളാണെങ്കിൽ ഇതിലും കൂടുതൽ ലിവിങ് എക്സ്പെൻസ് വരാറുണ്ട്. അപ്പോൾ ഈ ലിവിങ് എക്സ്പെൻസ് കൂടുതലാണ് എന്നുള്ളതും ജോർജിയയുടെ ഒരു ഡീമെറിറ്റ് ആണ്. അപ്പോൾ ഓരോ രാജ്യങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ. നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇനി ഏതെങ്കിലും രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഇത് കാണാതെ ഒരിക്കലും നിങ്ങൾ അബ്രോഡ് MBBS ചൂസ് ചെയ്യരുത്. ആരാണ് അബ്രോഡ് MBBS ചൂസ് ചെയ്യേണ്ടത്, ആര് അബ്രോഡ് MBBS ചൂസ് ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് ഒരു രാജ്യം ചൂസ് ചെയ്യുന്നത്, അതുപോലെ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നിർബന്ധമായും പാലിക്കേണ്ട നിയമങ്ങളാണ് ഈ NMC ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ചില യൂണിവേഴ്സിറ്റികൾക്ക് ഈ 3rd ഇയറിൽ എത്തിക്കഴിഞ്ഞ ഒരു ഫിൽട്രേഷൻ എക്സാം ഉണ്ടാവും.